ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് AMCS FNCK BSc നഴ്സിംഗ് 2025 ഫോർത്ത് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ അലോട്ട്മെന്റ് കിട്ടി, ആർക്കൊക്കെ കിട്ടിയിട്ടില്ല, ആർക്കൊക്കെ എത്ര മാർക്കിൽ ഏത് കോളേജിലാണ് കിട്ടിയിട്ടുള്ളത് എന്നതൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുക. കാരണം അത് ബാക്കി കുട്ടികൾക്ക് വെയിറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നത് അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഒക്ടോബർ 4 നമുക്ക് പ്രസിദ്ധീകരിച്ചതാണ് ഈ ഒരു അലോട്ട്മെന്റ്. ഒക്ടോബർ 8 വരെ നിങ്ങൾക്ക് ടോക്കൺ ഫീസ് അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞ് ഒക്ടോബർ 9 മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുടെ കിട്ടിയ അലോട്ട്മെന്റ് ക്യാൻസൽ ആകുന്നതും നിങ്ങൾക്ക് പിന്നീട് മറ്റുള്ള ഓൺലൈൻ AMCS FNCK അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയുമില്ല. അതുപോലെ AMCS FNCK വെബ്സൈറ്റ് വഴി മാത്രമാണ് ഈ ഒരു കോളേജസിൽ അഡ്മിഷൻസ് നടക്കുന്നത്. ക്രിസ്ത്യൻ മൈനോറിറ്റി, ഓപ്പൺ മെറിറ്റ് ആൻഡ് CRS കാറ്റഗറി സ്റ്റുഡൻസിന്. വേറെ പല കുട്ടികളും പറഞ്ഞിട്ടുള്ളതാണ്, ഏജന്റ് വഴിയൊക്കെ ഏജന്റുമാർ വിളിക്കുന്നുണ്ട്, അവരിങ്ങനെ അഡ്മിഷൻസ് എടുത്തു തരാം, ഡൊണേഷൻ കൊടുത്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ AMCS FNCK എന്ന് വിളിക്കുന്നതായിട്ട് പല രീതിയിലുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഒരു ഏജന്റും കോണ്ടാക്ട് ചെയ്യുകയില്ല. AMCS FNCK വെബ്സൈറ്റ് വഴി മാത്രമാണ് ഇവിടെ അഡ്മിഷൻസ് എടുക്കുന്നത് എന്നത് മനസ്സിലാക്കാട്ടോ. ഇനി നമുക്ക് ഇവിടെ അഡ്മിഷൻ 2025 എന്നതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. അതിൽ BSc നഴ്സിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർത്ത് അലോട്ട്മെന്റിന്റെ ഫുൾ ആയിട്ടുള്ള ലിസ്റ്റും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടേത് മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ബാക്കി എല്ലാവരുടേതും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓപ്പൺ മെറിറ്റിലും 90% മുകളിലുള്ള കുട്ടികളെയാണ് എടുത്തിരിക്കുന്നത് ഈ അലോട്ട്മെന്റിലും. അതുപോലെ തന്നെ മൈനോറിറ്റി കോട്ടയിലും എടുത്തിരിക്കുന്നത് 90% മേലെയുള്ള സ്റ്റുഡൻസിനെ തന്നെയാണ്. CRSലെ 72 സംതിങ്% ഉള്ള സ്റ്റുഡൻസിനെയൊക്കെ എടുത്തിട്ടുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കാട്ടോ. ഇവിടെ റിസർവേഷൻ കൂടുതലും വരുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനാണ്. അതായത് ക്രിസ്ത്യൻ അസോസിയേഷൻ ആണ് AMCS FNCK എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് പ്രയോറിറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി കാറ്റഗറി സ്റ്റുഡൻസിന്, അതായത് ഹിന്ദു, ഈഴവ, അതുപോലെ മുസ്ലിംസ്, അങ്ങനെ പല കാറ്റഗറി സ്റ്റുഡൻസും ഇതിലും അസോസിയേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ നിങ്ങളെ പരിഗണിക്കുന്നത് ക്രിസ്ത്യൻ സ്റ്റുഡൻസിനെ എല്ലാം പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഓപ്പൺ മെറിറ്റ് സ്റ്റുഡൻസിനെ പരിഗണിക്കുന്നത്. അപ്പോൾ ഓപ്പൺ മെറിറ്റ് സ്റ്റുഡൻസിനെ പരിഗണിക്കുന്ന പക്ഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഓപ്പൺ മെറിറ്റ് നല്ല മാർക്കുള്ള കുട്ടികൾക്കായിരിക്കും ആദ്യം പ്രയോറിറ്റി വരുന്നുണ്ടാവുക. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കോഡ് കാണാൻ സാധിക്കും. ആൽഫബറ്റ് കോഡ് AHN, അതുപോലെ JHM, അങ്ങനെയുള്ള കോഡുകൾ കാണുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഇത് കോളേജിന്റെ കോഡാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കോളേജിന്റെ നെയിം ആയിരിക്കില്ല, ചിലപ്പോൾ കോഡായിരിക്കും. അപ്പൊ പല കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടാകും ഇത് ഏത് കോളേജ് ആണ് എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോർത്ത് അലോട്ട്മെന്റ് കോളേജ് വൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതിൽ ഓരോ കോളേജിന്റെയും കോഡ് എഴുതിയിട്ടുണ്ടാകും, ആൽഫബറ്റിക് കോഡ് എഴുതിയിട്ടുണ്ടാകും. ആ കോഡിലുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ആ കോളേജ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കിട്ടിയത് ആ കോളേജ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഫോർത്ത് അലോട്ട്മെന്റ് കോളേജ് വൈസ് ലിസ്റ്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ തന്നെ കോളേജിന്റെ പേരുകൾ കാണാം. അതിന്റെ സൈഡിലായിട്ട് കോളേജ് കോഡ് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് നിങ്ങളുടെ കോളേജ് എന്ന് മനസ്സിലാക്കുക. പല കുട്ടികളും അങ്ങനെയും ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. എന്തൊക്കെയാണ് ഫോർത്ത് അലോട്ട്മെന്റ് ബേസിൽ വന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്? ഫോർത്ത് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് സമയം തന്നിരിക്കുന്നത് ഒക്ടോബർ 8 വരെയാണ്. അതിനുശേഷം ഒക്ടോബർ 9 വരെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള സമയം. അതായത് ഇപ്പൊ നാളെ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റന്നാൾ നിങ്ങൾക്ക് പോയി അഡ്മിഷൻ എടുക്കാം, അതിന് പ്രശ്നമില്ല. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കേണ്ടത് ഒക്ടോബർ 8 ബുധനാഴ്ച 5 മണിക്ക് മുന്നോടിയായിട്ടാണ്. അതിനുശേഷം ഈ ഒരു സമയത്ത് അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളെ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് അവിടെ ക്യാൻസൽ ആയി പോകുന്നതാണ്. മുന്നോട്ട് നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയും സാധിക്കുകയില്ല AMCS FNCKയിൽ.
അതുപോലെ ഓരോ അലോട്ട്മെന്റ് കഴിയും തോറും സീറ്റുകൾ കുറഞ്ഞു വരികയാണ് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് നമുക്ക് എത്രത്തോളം സീറ്റ് വാക്കൻസി ഉണ്ട് എന്നത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത അലോട്ട്മെന്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ കിട്ടിയ കുട്ടികൾ എല്ലാവരും ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സീറ്റ് വാക്കൻസി വരില്ല. ഇനി ഏതെങ്കിലും കുട്ടികൾ ഈ കോളേജസിൽ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സീറ്റ് വാക്കൻസി വരുന്നതുമാണ്. സീറ്റ് വാക്കൻസിയിലേക്ക് അടുത്ത 5ാമത്തെ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. അത് വാക്കൻസി വന്നാൽ മാത്രമായിരിക്കും 5ാമത്തെ അലോട്ട്മെന്റ് വരുന്നത്. അതിന്റെ അപ്ഡേറ്റ്സ് നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ പ്രസിദ്ധീകരിക്കുന്നതുമാണ്. അതുപോലെ ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കോളേജ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു കൺഫേം ബട്ടൺ ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾ കൺഫേം ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അലോട്ട്മെന്റ് നിങ്ങൾ കൺഫേം ചെയ്ത് നിങ്ങൾ ടോക്കൺ ഫീസ് ആയിട്ടുള്ള 25,000 റുപ്പീസ് അടയ്ക്കുക. അടയ്ക്കുന്നത് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് അടയ്ക്കാം, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെല്ലാൻ വഴിയായിട്ടും അടയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓൺലൈൻ ആണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെന്റ് മെമോ ഒന്ന് കാണിക്കാനായിട്ട്. അതുവരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നിങ്ങൾ ചെല്ലാൻ വഴിയാണ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ 24 അവേഴ്സിന് ശേഷം മാത്രമേ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ആ ഒരു അലോട്ട്മെന്റ് മെമ്മോ വരികയുള്ളൂ. ഈ അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന കോളേജിൽ കിട്ടി, ഇന്ന സബ്ജക്റ്റിനാണ് കിട്ടിയത്, അതുപോലെ നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ട് എന്നത് ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറയുന്നത്. ഇത് പ്രൊഫൈലിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അതിന്റെ പ്രിന്റ് ഔട്ട് കയ്യിലുണ്ടാകണം. കാരണം ഈ ഒരു അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട. അതുപോലെ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾ അത് പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യുകയും കൂടി വേണം. ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടുന്ന കുട്ടികൾ ഡിലേ ആക്കാതെ അഡ്മിഷൻസ് എടുത്തു പോയാൽ മാത്രമേ ടോട്ടൽ ആയിട്ടുള്ള അഡ്മിഷൻ ക്ലോസ് ആയിട്ട് നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ഓൾറെഡി നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 ഇയർ അടുപ്പിച്ച് ആകാറായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ഡിലേ ആക്കുന്നുവോ അതനുസരിച്ച് ഈ ഒരു പ്രോസസ്സും ഡിലേ ആയിക്കൊണ്ടേ ഇരിക്കുന്നതായിരിക്കും എന്നത് മനസ്സിലാക്കാം. പ്രോസ്പെക്ടസ് മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്നുണ്ട് 25,000 രൂപ നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെന്റ് നിങ്ങൾ കൺഫേം ചെയ്യണം, ടോക്കൺ ഫീസ് അടയ്ക്കണം. ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട രീതികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടോക്കൺ ഫീസ് അടയ്ക്കാത്തവർക്ക് പിന്നീട് ഈ ഒരു അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. വെറുതെ ടോക്കൺ ഫീസ് അടച്ചാൽ മാത്രം പോരാ, നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് ക്യാൻസൽ ആകും. ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്ന വിശദ വിവരങ്ങളെല്ലാം തന്നെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. നിങ്ങൾ അടയ്ക്കുന്ന 25,000 റുപ്പീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ഫീയിൽ നിന്നും കുറച്ചിട്ട് ബാക്കിയുള്ള ഫീസ് മാത്രമാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അതായത് ഒരു 79,000 സംതിങ് റുപ്പീസ് ആണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അതും പ്രോസ്പെക്ടസിൽ വളരെ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഫീസും റെഡിയാക്കിയതിനു ശേഷം വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകേണ്ടത്. അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ കോളേജിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക. എന്തെങ്കിലും അവർക്ക് ഡോക്യുമെന്റ്സ് പ്രത്യേകമായി വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ റെഡിയാക്കി കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക. അതുപോലെ കുറച്ച് കുട്ടികൾ ചോദിച്ചതാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനെ പറ്റിയിട്ട്. വാക്സിനേഷൻ എടുക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ കോളേജിൽ ചോദിക്കണം. കോളേജിൽ ചോദിച്ച് ചില കോളേജസ് അവർ തന്നെ സ്റ്റുഡൻസിനെ അവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എടുക്കുകയാണ് ചെയ്യാറ്. ചില കോളേജസ് സ്റ്റുഡൻസ് സ്വന്തമായി എടുത്തു വരാനായിരിക്കും പറയുന്നുണ്ടാവുക. അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം എന്നുള്ളതും നിർബന്ധമാണ്. അതുപോലെ ഫീസ് എങ്ങനെയാണ് അടയ്ക്കേണ്ടത്? ചിലപ്പോൾ അവർ ഓൺലൈൻ ആയിട്ട് അടയ്ക്കാൻ പറയാറുണ്ട്. എന്നാൽ ചില കോളേജസിൽ DD വഴി ആയിരിക്കും. അതായത് നിങ്ങൾ ബാങ്കിൽ DD ചെല്ലാൻ വഴിയായിട്ടായിരിക്കും അടയ്ക്കേണ്ടി വരുന്നത്. ചെക്ക് വഴി അടയ്ക്കുന്നതുണ്ട്. അത് പല കോളേജസിലും പല രീതിയാണ്. അതുകൊണ്ട് നിങ്ങൾ കോളേജിൽ സംസാരിച്ചിട്ട് വേണം അതിനൊക്കെ ഒരു തീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സിന്റെയും കോപ്പീസ് കുറച്ച് കൂടുതൽ എടുത്തു വെക്കുക. അത് നിങ്ങൾ ഗസറ്റ് ഓഫീസറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് കൂടി വെക്കാൻ വേണ്ടി നോക്കുക. മുന്നോട്ട് നമുക്ക് ഒറിജിനൽ ഡോക്യുമെന്റ്സ് കയ്യിൽ ഇല്ലാത്ത പക്ഷം ഈ ഒരു കോപ്പി ആയിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ ആദ്യം AMCS FNCK ഒരു കോളേജിൽ കിട്ടി, അവിടെ അഡ്മിഷൻ എടുക്കാതെ നെക്സ്റ്റ് കോളേജിന് വേണ്ടി വെയിറ്റ് ചെയ്ത കുട്ടികൾ ഉണ്ടാകും. അപ്പോൾ അവർക്ക് വേറൊരു കോളേജ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ കോളേജ് അവിടെ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ കിട്ടിയ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് എവിടെയാണോ നിൽക്കുന്നത് ആ കോളേജിലായിരിക്കണം നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. പ്രോസ്പെക്ടസിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെയാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്. 79,308 റുപ്പീസ്. അതുപോലെ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് ആണ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.